കേരളത്തിൽ അക്രമ രാഷ്ട്രീയം വേരോടിച്ച പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് 2.5 വർഷമായിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഒരു ദേശീയ വിരുദ്ധ പ്രസ്ഥാനമായി മാറുകയും ആരുടെയും ജീവനെടുക്കുന്ന നൊടിയിടയിൽ ഒരു സ്ഥലം മുഴുവൻ കീഴടക്കാൻ കഴിയുന്ന ഒരു വലിയ ശക്തിയായി മാറിയിരുന്നു. ജോസഫ് മാഷിന്റെ കൈവെട്ടിക്കൊണ്ട് തുടങ്ങിയ കേരളത്തിലെ ഇസ്ലാമിക മത രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഭയാനകമായ രൂപമായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ അക്രമ രാഷ്ട്രീയം കൊടികുത്തി വാഴുന്നു. അത് BJP നേതാക്കളിലേക്ക് കടന്നപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിനെ കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായി അതീവ രഹസ്യമായി സൈനിക വിമാനത്തിൽ കേന്ദ്രസേന എത്തിയ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലെത്തി അവരെ പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. അതിനു മുമ്പ് ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് വലിയൊരു ശക്തി പ്രകടനം നടന്നിരുന്നു. അവിലും മലരും കുന്തിരിക്കവും ഒക്കെ കാത്തുവെച്ചോളൂ, നിന്നെയൊക്കെ തേടി നിന്റെയൊക്കെ കാലൻ വരുന്നുണ്ട് എന്നായിരുന്നു ആ ശക്തി പ്രകടനത്തിൽ ഉയർത്തിയ കൊലവിളി. ഇത് സമാനതകളില്ലാത്ത ശക്തി പ്രകടനമായിരുന്നു. അതൊരു വല്ലാത്ത മുന്നറിയിപ്പ്. ഇതിനെ തുടർന്നായി ചില കൊലപാതകങ്ങൾ കൂടി നടന്നപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം സാധ്യമായി. 2.5 കൊല്ലമായി പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരൊക്കെ ജയിലിലാണ്. ആർക്കും ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് SDPയെ നിരോധിച്ചില്ല എന്നത് അന്ന് ഏവരിലും സംശയമുയർത്തിയിരുന്ന കാര്യമായിരുന്നു. SDPIയും പോപ്പുലർ ഫ്രണ്ടും പരസ്പര ബന്ധമുള്ള 2 പാർട്ടികളായിരുന്നു. എല്ലാം കൂടി ഒരുമിച്ച് നിരോധിക്കാത്തത് കേന്ദ്ര സർക്കാരിന്റെ ഒരു തന്ത്രമായിരുന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം പോകും എന്നറിയുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ശേഷം SDPIയെ പ്രവർത്തിക്കാൻ അനുവദിച്ചതും. അതോടെ പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവമായി പ്രവർത്തിച്ചിരുന്നവരൊക്കെ SDPയിലായി. മതേതര മുഖംമൂടിയാണ് SDPI അണിഞ്ഞിരിക്കുന്നതെന്ന കാര്യം നമ്മൾ ഓർക്കണം. വക്കം സംരക്ഷണത്തിനായി മലപ്പുറത്ത് ശക്തി പ്രകടനം കാണിക്കാൻ SDPI വലിയ സമ്മേളനം നടത്തി. ലീഗ് നടത്തിയതിനേക്കാൾ വലിയ സമ്മേളനമാണ് SDPI നടത്തിയത്. കേരളത്തിന് പുറത്തും SDPI വക്കം സംരക്ഷണ റാലി നടത്തി. കഴിഞ്ഞ 1 പതിറ്റാണ്ട് കൊണ്ട് SDPI സ്വാധീനമുള്ള ഒരു പാർട്ടിയായി മാറി. ഇതോടെയാണ് കേന്ദ്രം പണി തുടങ്ങിയത്. ഇതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം SDPIയുടെ ദേശീയ പ്രസിഡന്റായ MK ഫൈസിയെ അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ഒറ്റപ്പാലംകാരനാണെങ്കിലും ഫൈസി പ്രവർത്തിച്ചിരിക്കുന്നത് ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിനെതിരായുള്ള അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് ഫൈസി അറസ്റ്റിലായത്. SDPIയുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് തെളിയിക്കുന്ന കൃത്യമായ രേഖകൾ EDക്ക് കിട്ടിയതോടെയാണ് അറസ്റ്റ് ഉണ്ടായത്. ഏതാണ്ട് 4 കോടിയോളം രൂപ പോപ്പുലർ ഫ്രണ്ട് SDPIക്ക് കൈമാറിയതിന് രേഖകളുണ്ട്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാജ്യവ്യാപകമായി SDPI ഓഫീസുകൾ ED റെയ്ഡ് നടത്തിയത്. ഡൽഹിയിലെ പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്തും റെയ്ഡ് നടന്നു. തിരുവനന്തപുരം പാളയത്തുള്ള സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തെ ഓഫീസിലും പരിശോധന നടന്നു. MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ PFIയും SDPIയും ഒന്നാണെന്നാണ് ED വ്യക്തമാക്കിയിരിക്കുന്നത്. ജിഹാദ് എല്ലാ രൂപത്തിലും നടപ്പാക്കാൻ PFI ശ്രമിച്ചതിന്റെ ഭാഗമായാണ് SDPI രൂപീകരിച്ചതെന്നും അന്വേഷണ ഏജൻസി ആരോപിക്കുന്നു. SDPIയുടെ നയരൂപീകരണം, തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം, പ്രവർത്തന ഫണ്ട് എന്നിവയടക്കം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് PFI ആണെന്ന് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ED വ്യക്തമാക്കുന്നു. SDPIയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചത് PFI ആണ്. ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായ പണം എത്തി. രാജ്യത്ത് ആക്രമണവും ഭീകര പ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പണം സ്വീകരിച്ചു. റംദാൻ കളക്ഷൻ എന്ന പേരിലും SDPI പണം സ്വരൂപിച്ചു. MK ഫൈസിയുടെ അറിവോടെയാണ് ഈ ഇടപാടുകൾ നടന്നതെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും SDPIക്ക് കേന്ദ്രം പൂട്ടിടുമോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.